ഇനി നമുക്ക് പറയാനുള്ളത് ഈസാ നബിയുടെ കഥയാണ്. ഈശ്വരേച്ഛയുടെ അജയ്യതയും ദൈവിക ശക്തിയുടെ സമ്പൂർണ്ണ ഭാവവും അള്ളാഹുവിൻ്റെ സൂക്ഷ്മജ്ഞാനവും പ്രകടമാവുന്ന കഥയാണ് ഈസാ നബിയുടേത്. ഈസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അസാധാരണങ്ങളാണ്. അത്യത്ഭുതകരവും അനിതര സാധാരണവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. മനുഷ്യ മനസ്സുകളെ അത് വിസ്മയം കൊള്ളിച്ചു. പ്രകൃതിശാസ്ത്ര നിയമങ്ങൾ അതോടെ തിരുത്തിക്കുറിക്കപ്പെട്ടു. അനുഭവങ്ങളുടെയും പരീക്ഷണ നിരീക്ഷണങ്ങളുടെയും വെളിച്ചത്തിൽ എത്തിച്ചേർന്ന നിഗമനങ്ങളും ആരോഗ്യശാസ്ത്ര സിദ്ധാന്തങ്ങളും മാറ്റത്തിരുത്തലുകൾക്കതീതമാണെന്ന വിശ്വാസം തകർന്ന് തരിപ്പണമായി. സർവരെയും അതിജയിക്കുന്ന അള്ളാഹുവിനെക്കുറിച്ചും സർവത്തെയും ജയിക്കുന്ന അവന്റെ ശക്തിമാഹാത്മ്യത്തെക്കുറിച്ചും അജ്ഞത നടിച്ചവരുടെ ധാരണകൾ വീണുടഞ്ഞു. സർവശക്തനും സൃഷ്ടാവും നിർമ്മാതാവും സൂത്രധാരനുമായ അള്ളാഹുവിൽ വിശ്വസിച്ചവർക്ക് മുമ്പിൽ അവരുടെ ബോധ്യങ്ങൾ നിഷ്പ്രഭമായി. ഒരു മാതാവോ പിതാവോ ഇല്ലാതെ വെള്ളത്തിൽ നിന്നും മണ്ണിൽ നിന്നുമായി ആദം സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചവർക്ക് മുമ്പിൽ അവിശ്വാസികളുടെ ദുർന്യായങ്ങൾ തോൽവി സമ്മതിച്ചു. മാതാവിൽ നിന്നും ഒരു കുഞ്ഞുണ്ടാവുകയെന്നത് മാതാവോ പിതാവോ ഇല്ലാതെ ഒരു കുഞ്ഞു പിറക്കുന്നതിനേക്കാൾ എളുപ്പമായ കാര്യമാണ്. അള്ളാഹു പറയുന്നു, അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ഈസയെ ഉപമിക്കാവുന്നത് ആദമിനോടാകുന്നു. അദ്ദേഹത്തെ അവൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നീട് അതിനോട് ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉണ്ടായി. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാര്യങ്ങളൊക്കെയും ആശ്ചര്യകരമാണ്. ഗ്രീക്ക് തത്വശാസ്ത്രത്തിന്റെയും ഗണിതശാസ്ത്രത്തിന്റെയും ഉത്തുംഗതയിൽ വിരാജിക്കുന്ന കാലത്താണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം. നിരവധി പ്രവാചകന്മാർക്കു ജന്മം നൽകിയ സമുദായമാണ് യഹൂദ സമുദായം. അവർ ആത്മാവിനെയും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളെയും നിരാകരിച്ചു. അവർ കണ്ടതിനെക്കുറിച്ചൊക്കെയും ഭൗതികമായി വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു. കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവർ വസ്തുതകൾക്കോ സംഭവങ്ങൾക്കോ അസ്തിത്വം കൽപ്പിച്ചില്ല. എന്നാൽ അള്ളാഹു ഈസാ നബിക്ക് കനിഞ്ഞനുഗ്രഹിച്ച അമാനുഷിക സിദ്ധി കുടുസായ ഭൗതിക ചിന്താഗതിക്കുള്ള ശമനൌഷധമായി തീർന്നു. അത് കാലത്തിന്റെ അനിവാര്യതയും നേട്ടവുമായിരുന്നു. യഹൂദർ പ്രത്യക്ഷമായവയ്ക്കു മാത്രമേ അസ്തിത്വം കൽപ്പിച്ചുള്ളൂ. ഇന്ദ്രിയഗോചരങ്ങളായവയിൽ മാത്രം വിശ്വാസമർപ്പിച്ച അവർ ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെ നിരാകരിച്ചു. ആന്തരിക യാഥാർത്ഥ്യങ്ങളെ തിരസ്കരിക്കുകയും ചെയ്തു. രക്തത്തിന്റെയും വംശത്തിന്റെയും വിശുദ്ധിയിൽ ഊറ്റം കൊണ്ടു. പണത്തോടും പദാർത്ഥങ്ങളോടുമുള്ള ആർത്തിയിൽ അവർ എല്ലാ പരിധികളും ലംഘിച്ചു. കഠിനഹൃദയരായ അവർ പാവങ്ങളോട് കനിവ് കാണിച്ചില്ല. നിരാലംബരോട് അലിവു കാട്ടിയില്ല. യഹൂദരല്ലാത്തവരോട് നാൽക്കാലികളോടും നായ്ക്കളോടും എന്നതുപോലെ അവർ പെരുമാറി. പ്രമാണിമാരുടെയും പ്രബലരുടെയും മുന്നിൽ അവർ താണുവണങ്ങി. ദരിദ്രരോടും കുഞ്ഞുങ്ങളോടും അതിക്രമം കാണിച്ചു. അധികാരം കയ്യാളിയപ്പോഴൊക്കെ അവർ അക്രമം പ്രവർത്തിച്ചു. ശക്തി ക്ഷയിച്ചപ്പോഴാകട്ടെ ജനങ്ങളുമായി മമതയിൽ വർത്തിച്ചു. റോമൻ ഭരണകർത്താക്കൾക്കു കീഴിൽ സിറിയയിലും ഫലസ്തീനിലും അവർ ഏറെക്കാലം അടിമത്വത്തിൽ കഴിഞ്ഞുകൂടി. അവരിൽ ഹീനത്വവും കാപട്യവും വഞ്ചനയും കുതന്ത്രവും വളരാൻ നീണ്ടകാലത്തെ പാരതന്ത്ര്യം സാഹചര്യമൊരുക്കി. ജൂദായിസത്തിന്റെ പിടിവാശി പ്രവാചക നിന്ന യഹൂദ സമുദായത്തിന്റെ ജന്മസ്വഭാവമായിരുന്നു. ദൈവദൂതന്മാരെ അവർ അങ്ങേയറ്റം ഉപദ്രവിച്ചു. അനേകം പ്രവാചകന്മാരെ കൊലപ്പെടുത്തുകയും ചെയ്തു. അവരുടെ ക്രയവിക്രയങ്ങൾ പലിശയെ അടിസ്ഥാനമാക്കിയായിരുന്നു. മതവിജ്ഞാനത്തോട് അവർക്ക് പരമപുച്ഛമായിരുന്നു. പരുഷ സ്വഭാവികളായ യഹൂദരിൽ മനുഷ്യസഹജമായ ഉദാരഭാവങ്ങളൊന്നും പ്രകടമായിരുന്നില്ല. കനിവും കരുണയുമൊക്കെ അവർ കന്യമായിരുന്നു. അവരുടെ ഹൃദയങ്ങൾ ദൈവസ്നേഹത്തിൽ നിന്ന് തടയപ്പെട്ടു. മനുഷ്യരെ സ്നേഹിക്കാനോ ആദരിക്കാനോ ആ കഠിന ഹൃദയർക്കായില്ല. സമത്വത്തിന്റെയും സഹാനുഭൂതിയുടെയും അർത്ഥവും ആശയവും അവർ മറന്നു. നന്മയും സൗഹൃദവും വിസ്മരിച്ചു. പ്രവാചകത്വത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു അവർ. അവരുടെ ചരിത്രം വിവരിക്കുന്ന എത്രയോ ഏടുകളുണ്ട്. എന്നാൽ കാലം കുറെ പിന്നിട്ടപ്പോൾ ആ രേഖകൾ സമ്പൂർണമായി അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അവയിൽ തങ്ങളുടെ താൽപ്പര്യത്തിന് അനുഗുണമായതു മാത്രം അവർ വിശ്വസിച്ചു. അവരെ വിമർശിച്ചവരോട് അവർ കലഹിച്ചു. സത്യമതത്തിലേക്കും നേർമാർഗത്തിലേക്കും ക്ഷണിച്ചവരോട് അവർ ശത്രുത കാണിച്ചു. അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. കള്ളപ്രചരണവും കെട്ടിച്ചമക്കലും കള്ളസാക്ഷ്യവും സത്യത്തെ തമസ്കരിക്കലും അവരുടെ പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം. എന്നാൽ അവരുടെ ചരിത്രം അദ്വിതീയമാണ്. ഏകദൈവ വിശ്വാസികളായതുകൊണ്ട് ഇസ്രായേല്യർ എക്കാലത്തും തങ്ങളുടെ സമകാലികരെക്കാൾ ശ്രേഷ്ഠരും ഉന്നതരുമായിരുന്നു. അവരുടെ മഹത്വത്തിന്റെ രഹസ്യം അവരുടെ ആദർശമാണ്. അള്ളാഹു പറയുന്നു, ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക.
നാം നിങ്ങളെ ലോകജനതയിൽ ഉത്തമരാക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേല്യർക്ക് തങ്ങളുടെ ഉദാത്തമായ ആദർശത്തിൽ ഉറച്ചു നിൽക്കാനായില്ല. തങ്ങൾക്ക് ചുറ്റിലും ജീവിച്ചിരുന്ന ബഹുദൈവ വിശ്വാസികളുടെ നിയമവും തത്വവും തങ്ങളുടെ നിയമങ്ങൾക്കൊപ്പം അവർ കൂട്ടിച്ചേർത്തു. പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളുമായി പിഴച്ച ആദർശങ്ങളും അജ്ഞാനകാലത്തെ അത്യാചാരങ്ങളും കൂട്ടി അവർ പശുവിനെ ആരാധിച്ചു. ഉസൈറിനോട് ബഹുമാനാദരവുകൾ പ്രകടിപ്പിക്കുന്നതിൽ അവർ പരിധി ലംഘിച്ചു. പ്രവാചകരിൽ ചിലർ ബഹുദൈവാരാധനയുടെ കർമ്മങ്ങൾ ആചരിച്ചതായും ആഭിചാരവേലകൾ ചെയ്തതായും അവർ ആരോപണം നടത്തി. പ്രവാചകന്മാരുടെ വിഷയത്തിൽ അവർ അല്പവും അള്ളാഹുവിനെ ഭയന്നില്ല. സംസാരത്തിലോ പ്രവൃത്തിയിലോ ഒരു സൂക്ഷ്മതയും അവർ പുലർത്തിയില്ല. ദൈവഭയം അവർ ഉൾക്കൊണ്ടിരുന്നില്ല. എങ്കിലും തങ്ങളുടെ വംശമാഹാത്മ്യം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു. അവർ ആശകളെയും സ്വപ്നങ്ങളെയും ദൃഢമായി അവലംബിച്ചിരുന്നു. അവർ ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾ അവൻ്റെ മിത്രങ്ങളുമാണ്. ഏതാനും ചില പരിമിത നാളുകൾ മാത്രമേ അഗ്നി ഞങ്ങളെ സ്പർശിക്കുകയുള്ളൂ. ഈസാ നബിയുടെ ജനനം. ഈസാ നബിയുടെ ജനനവും ജീവിതവും ജീവിതായോധനവും പ്രബോധനവും നിത്യസാധാരണങ്ങളായ അനുഭവ തലങ്ങൾക്ക് അപ്പുറമുള്ള മഹാസംഭവങ്ങളായിരുന്നു. അറിയപ്പെടുന്നവയും തുടർന്നുകൊണ്ടിരിക്കുന്നവയുമായ പതിവുകളും സമ്പ്രദായങ്ങളും രീതികളും നിയമങ്ങളും ഉല്ലംഘിച്ചുകൊണ്ടുള്ളവയായിരുന്നു ആ ജീവിതത്തിലെ ഓരോ സംഭവവും. ലോകം പരിചയിച്ചറിഞ്ഞ രീതിയിലല്ലായിരുന്നു ഈസാ നബിയുടെ ജന്മം. കൈക്കുഞ്ഞായിരിക്കെ തൊട്ടിലിൽ കിടന്ന് ജനങ്ങളുമായി സംസാരിച്ചു. സാധുവായ ഒരു കന്യകയുടെ മടിത്തട്ടിൽ വളർന്നു. വിമർശനങ്ങൾക്കും അവഹേളനങ്ങൾക്കും അപവാദങ്ങൾക്കും നടുവിൽ അദ്ദേഹം ജീവിച്ചു. സമ്പന്നതയുടെയും യശസ്സിന്റെയും പുറംമോടികളിൽ നിന്നും അകന്നു കഴിഞ്ഞു. പാവങ്ങളോടൊപ്പം കഴിച്ചുകൂട്ടി, അവർക്കൊപ്പം ആഹരിച്ചു, അവർക്ക് സ്നേഹലാളനകൾ നൽകി. അശരണരോടും പതിതരോടും സഹാനുഭൂതി കാണിച്ചു. ധനികർക്കും ദരിദ്രർക്കുമിടയിൽ വ്യത്യാസമൊന്നും കൽപ്പിച്ചില്ല. ഭരണകർത്താവിനും ഭരണീയർക്കും തമ്മിൽ യാതൊരു ഭേദവും കൽപ്പിച്ചില്ല. സാധാരണക്കാരനും കുലീനനുമിടയിൽ ഒരന്തരവും പ്രദർശിപ്പിച്ചില്ല. അമാനുഷികത. പ്രവാചകത്വം കൊണ്ടും ദിവ്യ വെളിപാടുകൊണ്ടും അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഇഞ്ചിയിൽ നൽകപ്പെട്ടു. ജിബ്രീൽ മാലാഖ മുഖേന സഹായം നൽകി. അദ്ദേഹത്തിന് അമാനുഷിക സിദ്ധികൾ നൽകി. ഭിഷഗ്വരന്മാർക്കു ശമനം നൽകാൻ കഴിയാതിരുന്ന രോഗികൾക്ക് അള്ളാഹുവിന്റെ അനുമതിയോടെ അദ്ദേഹം രോഗമുക്തി നൽകി. കുരുടന്മാർക്കും കുഷ്ഠരോഗികൾക്കും രോഗശമനം നൽകി. മരിച്ചവർക്ക് ജീവൻ നൽകി. കളിമണ്ണുകൊണ്ട് അദ്ദേഹം പക്ഷിയുടെ രൂപമുണ്ടാക്കി. എന്നിട്ടതിൽ ഊതിയതോടെ അത് ഒരു പറവയായി രൂപാന്തരപ്പെട്ടു. ജനങ്ങൾ ആഹരിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും സൂക്ഷിച്ചു വയ്ക്കുന്ന ഭക്ഷ്യവിഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം അറിയിച്ചു കൊടുത്തിരുന്നു. അള്ളാഹുവിന്റെ ശക്തിവിശേഷത്തെക്കുറിച്ചും പ്രവാചകന്മാരുടെ അമാനുഷിക കഴിവുകളെക്കുറിച്ചും തൗറാത്തിലുള്ള പരാമർശങ്ങൾ അള്ളാഹുവിന്റെ അപാരമായ കഴിവിലും ഈസാ നബി അലൈഹിസ്സലാമിന്റെ സിദ്ധിയിലുള്ള വിശ്വാസവും ബോധ്യവും ദൃഢീകരിക്കുന്നു. യുക്തിയെയും പ്രത്യക്ഷാനുഭവങ്ങളെയും മാത്രം ആശ്രയിക്കുന്നതിനെ ആ വിവരങ്ങൾ എതിർത്തു തോൽപ്പിക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ അപരിമേയങ്ങളായ കഴിവുകളെയും അധീശത്വത്തെയും നിരാകരിക്കുന്നവർ തങ്ങൾ കണ്ടതിനും മനസ്സിലാക്കിയതിനുമപ്പുറം മറ്റൊന്നുമില്ലെന്ന് ധരിച്ചു വശായവരാണ്. മതത്തിലേക്കുള്ള ക്ഷണം. യഹൂദർ തങ്ങൾക്ക് തോന്നിയതൊക്കെ നിഷേധിച്ചു. അള്ളാഹു അനുവദിച്ചവ അവർ വിരോധിച്ചു. നിരോധിച്ചവ അവർ നിയമാനുസൃതമാക്കുകയും ചെയ്തു. മതത്തിന്റെ ആത്മാവിലേക്ക് ഈസാ നബി അലൈഹിസ്സലാം അവരെ ക്ഷണിച്ചു. മതത്തിന്റെ സത്തയിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും അവരെ വിളിച്ചു. എല്ലാ സ്നേഹത്തെയും അതിജയിക്കുന്ന ദൈവസ്നേഹത്തിലേക്ക് അവരെ വിളിച്ചു. മനുഷ്യരെ സ്നേഹിക്കാനും ആദരിക്കാനും അവരോട് ആവശ്യപ്പെട്ടു. പാവങ്ങളോട് സഹാനുഭൂതിയോടുകൂടി വർത്തിക്കാൻ അവർക്ക് പ്രേരണ നൽകി. കറകളഞ്ഞ ഏകദൈവ വിശ്വാസം കൈക്കൊള്ളാൻ ഉപദേശിച്ചു. പിഴച്ച വിശ്വാസങ്ങളും അജ്ഞാനകാലത്തെ അത്യാചാരങ്ങളും കൈവെടിയാൻ അദ്ദേഹം അവരെ ഉത്ബോധിപ്പിച്ചു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉത്ബോധനം കേട്ട് യഹൂദർ പൊട്ടിത്തെറിച്ചു. അദ്ദേഹത്തോട് അവർ യുദ്ധപ്രഖ്യാപനം നടത്തി. അവർ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളും അപവാദങ്ങളും പരത്തി. ചീത്ത വിളിക്കുകയും ഭത്സിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മാതാവ് മറിയമിനെപ്പറ്റിയും അവർ അപവാദങ്ങൾ പ്രചരിപ്പിച്ചു. അവരദ്ദേഹത്തെ ആട്ടിയകറ്റി. അദ്ദേഹത്തിനെതിരെ അവർ ആൾക്കൂട്ടത്തെ ഇളക്കിവിട്ടു. അവർ അദ്ദേഹത്തിന്റെ വഴികൾ മുടക്കി. പിന്നീടവർ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ കാത്തുരക്ഷിച്ചു. ഈസാ നബിക്കെതിരെ യഹൂദർ പ്രയോഗിച്ച തന്ത്രം അവർക്കു തന്നെ പ്രതികൂലമായി പരിണമിച്ചു. ഈസാ നബിയെ അള്ളാഹു അവങ്കലേക്കുയർത്തി. തനിക്കു മുമ്പ് നിയോഗിതരായ പ്രവാചകന്മാർക്കുണ്ടായ അനുഭവം തന്നെയായിരുന്നു ഈസാ നബിയുടേതും.
സമൂഹത്തിന്റെ നേതൃനിരയിൽ വിരാജിച്ചവരും കുലീനരും അദ്ദേഹത്തോട് ഒരടുപ്പവും കാണിക്കാതെ അകന്നു കഴിഞ്ഞു. ധനികർ അദ്ദേഹത്തെ ബഹിഷ്കരിച്ചു. ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കുന്നത് അപമാനകരമായി അവർ കണ്ടു. അദ്ദേഹത്തെ പിൻപറ്റുന്നത് ഒരു ദൗർബല്യമായാണ് അവർ കരുതിയത്. നേതൃത്വമോ സ്ഥാനപദവികളോ ത്യജിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. വിശിഷ്ടാധികാരങ്ങളും സ്വാധീന ശക്തിയും കൈവെടിയാൻ അവർ ഒരുക്കമല്ലായിരുന്നു. എക്കാലത്തും കുലീനരും പ്രബലരും അനുവർത്തിച്ച നിലപാട് ഇതുതന്നെയാണ്. പ്രവാചകന്മാരെ നിഷേധിച്ച ചരിത്രമാണ് സുഖലോലുപന്മാരുടേത്. അവർ ദൈവദൂതന്മാരോട് ഇപ്രകാരം പറയുമായിരുന്നു: സമ്പത്തും സന്താനങ്ങളും ഏറ്റവും അധികമുള്ളവർ ഞങ്ങളാണ്, ഞങ്ങൾ ശിക്ഷിക്കപ്പെടുകയുമില്ല. പണവും അധികാരവും സ്വാധീനശക്തിയുമില്ലാത്തതിനാൽ ഈസാ നബിയെ പ്രമാണിവർഗം അവഗണിച്ചു. അവർ സത്യനിഷേധത്തിൽ ഉറച്ചുനിന്നു. ധിക്കാരികളായ ഈ ജനതയെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ഈസാ നബിക്ക് ബോധ്യപ്പെട്ടു. അവരെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളൊക്കെയും നശിച്ചു. സാധാരണക്കാർ വിശ്വസിക്കുന്നു. എന്നാൽ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും നിലപാടും മനോഭാവവും വ്യത്യസ്തമായിരുന്നു. സ്വന്തം കൈക്കൊണ്ട് അധ്വാനിച്ചും വിയർപ്പൊഴുക്കിയുമാണ് അവർ പശിയടക്കാനുള്ള വക കണ്ടെത്തിയത്. അതുകൊണ്ടുതന്നെ അവർ ലോലമനസ്കരും ശുദ്ധഹൃദയരുമായിരുന്നു. വംശമഹിമയെക്കുറിച്ച് അവർ ഊറ്റം കൊണ്ടില്ല. പാവപ്പെട്ടവരും ശുദ്ധാത്മാക്കളുമായ ഈ ജനതയിലേക്ക് തന്റെ ദൗത്യവുമായി ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങിത്തിരിച്ചു. മീൻപിടുത്തക്കാരും ക്ഷുരകന്മാരും തൊഴിലാളികളും ഉൾപ്പെട്ട ഒരു വിഭാഗം ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചു. അവർ അദ്ദേഹത്തിന് ചുറ്റിലും ഒത്തുകൂടി. അദ്ദേഹത്തിന്റെ കരങ്ങൾ ആശ്ലേഷിച്ചുകൊണ്ട് അവരിങ്ങനെ പ്രഖ്യാപിച്ചു: ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാണ്. ഈ സംഭവം ഖുർആൻ ഇപ്രകാരം പറഞ്ഞു തരുന്നു: ഇസ്രായേൽ വംശം തന്നെ നിഷേധിക്കുകയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ ഈസ ചോദിച്ചു: ദൈവിക സരണിയിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട്? ഹവാരികൾ പറഞ്ഞു: ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാകുന്നു. ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. പ്രവാചകനെ ഞങ്ങൾ അനുഗമിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഞങ്ങളുടെ നാമം സാക്ഷ്യം നിൽക്കുന്നവർക്കൊപ്പം രേഖപ്പെടുത്തണമേ. യാത്രയും പ്രബോധനവും. ഇസ്രായേലിനെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് ഈസാ നബി സഞ്ചരിച്ചു. അദ്ദേഹം അധിക സമയവും ഈ യാത്രകൾക്കായാണ് വിനിയോഗിച്ചത്. യാത്രകളിൽ സുഖകരവും അസുഖകരവുമായ വ്യത്യസ്ത അനുഭവങ്ങളുണ്ടായി. ചിലത് ദുരിതപൂർണമായവ, മറ്റു ചിലത് ആശ്വാസദായകങ്ങളും. ദുരിതങ്ങളൊക്കെയും അദ്ദേഹം ക്ഷമാപൂർവം അഭിമുഖീകരിച്ചു. നല്ല അനുഭവങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദി പ്രകാശിപ്പിച്ചു. വിശപ്പ് സഹിച്ചു. ജീവൻ നിലനിർത്താനാവശ്യമായ പരിമിത വിഭവങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടു. എന്നാൽ ഹവാരികൾ ക്ഷമ, സഹനം, ത്യാഗസന്നദ്ധത, ആത്മസംയമനം എന്നീ സാത്വിക ഗുണങ്ങളിൽ ഈസാ നബിയുടെ ശ്രേണിയിൽ എത്തിയിരുന്നില്ല. അവർക്ക് വയറു നിറയെ ഉണ്ണാനായി ആകാശത്തിൽ നിന്ന് ഒരു ഭക്ഷണത്തളിക ഇറക്കിത്തരാൻ ഈസാ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു. ഹവാരികളുടെ മര്യാദക്കേട്. ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ ഹവാരികൾ യാതൊരു മര്യാദയും പാലിച്ചില്ല. ആകാശത്തിൽ നിന്ന് ഞങ്ങൾക്കായി ഒരു ഭക്ഷണത്തളിക ഇറക്കിത്തരാൻ നിന്റെ നാഥന് കഴിയുമോ? അവരുടെ ചോദ്യം ഇപ്രകാരമായിരുന്നു. ആകാശത്തിൽ നിന്നും ഒരു ഭക്ഷണത്തളിക എന്ന അവരുടെ ആവശ്യത്തിന് ഈസാ നബി യാതൊരു അസാംഗത്യവും കണ്ടില്ല. എന്നാൽ ആ ആവശ്യം ഉന്നയിച്ച രീതി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. പ്രവാചകന്മാർ തങ്ങളുടെ സമുദായങ്ങളോട് അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. എന്നാൽ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കുട്ടികളെ വിസ്മയിപ്പിക്കുന്ന വിനോദമല്ല, ദിവ്യ ദൃഷ്ടാന്തങ്ങളാണ് അവ. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ആ ദൃഷ്ടാന്തങ്ങൾ പ്രവാചകന്മാരിലൂടെ പ്രത്യക്ഷപ്പെടുത്തുന്നു. അതിലൂടെ തന്റെ ദാസന്മാരോടുള്ള അള്ളാഹുവിന്റെ ബാധ്യത പൂർത്തീകരിക്കപ്പെടുന്നു. പിന്നീട് ദൈവവിധി നടപ്പാക്കാൻ ഏറെ കാലതാമസമുണ്ടാവുകയില്ല. ഈസാ നബിയുടെ മുന്നറിയിപ്പ്. അതുകൊണ്ടുതന്നെ അള്ളാഹുവിനെ പരീക്ഷിച്ചു നോക്കരുതെന്ന് ഈസാ നബി ഹവാരികളോട് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്ന പക്ഷം ദുരിതപൂർണമായിരിക്കും അവരുടെ അന്ത്യമെന്ന് അദ്ദേഹം അവരെ ഉണർത്തി. എന്നാൽ ഹവാരികൾ തങ്ങളുടെ ആവശ്യത്തിൽ ഉറച്ചുനിന്നു. ഈ ആവശ്യം ഉന്നയിക്കുക വഴി അള്ളാഹുവിനെ പരീക്ഷിക്കുകയല്ല തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഈസാ നബി അലൈഹിസ്സലാമിനെ ധരിപ്പിച്ചു. അവർക്ക് മനസ്സംതൃപ്തിയും മനഃശാന്തിയും ലഭിക്കാനും വരും തലമുറകൾ ഓർമ്മിക്കുന്ന ഒരു സംഭവമായി തീരാനുമാണ് അവർ അത്തരമൊരു അഭ്യർത്ഥന നടത്തിയത്. വരും കാലങ്ങളിൽ ജനങ്ങൾ ഈ സംഭവം അനുസ്യൂതം പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ഈ മതത്തിന്റെ യാഥാർത്ഥ്യത്തിന് ഉത്തമമായ തെളിവാകണം. ആദിമ മുസ്ലിങ്ങളുടെയും സത്യപാലകരായ ഹവാരികളുടെയും ഉന്നത സ്ഥാന പദവികൾ വിളംബരം ചെയ്യുന്ന മഹാസംഭവമാകണം. ഇത്തരം നല്ല ഉദ്ദേശ്യങ്ങൾ മാത്രമാണ് ആകാശത്തിൽ നിന്ന് ഭക്ഷണത്തളികയ്ക്കു വേണ്ട ആവശ്യമുന്നയിച്ചപ്പോൾ ഹവാരികളുടെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ.
ഖുർആൻ ആ കഥ വിവരിക്കുന്നത് ഇപ്രകാരമാണ്. ഖുർആന്റെ വിവരണം: ഹവാരികൾ ചോദിച്ചു, ഈസ, ആകാശത്തുനിന്ന് ഞങ്ങൾക്കായി ഒരു ഭക്ഷണത്തളിക ഇറക്കിത്തരാൻ നിന്റെ നാഥനാവുമോ? അപ്പോൾ ഈസ പറഞ്ഞു, വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക. ഹവാരികൾ പറഞ്ഞു, ഭക്ഷണത്തളികയിൽ നിന്ന് ഭക്ഷിക്കാനും ഞങ്ങളുടെ ഹൃദയം സംതൃപ്തമാകാനും താങ്കൾ ഞങ്ങളോട് പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാനും ഞങ്ങൾ അതിന് സാക്ഷികളാകാനും ആഗ്രഹിക്കുന്നു. മറിയമിന്റെ പുത്രൻ ഈസ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ ആകാശത്തിൽ നിന്ന് ഒരു ഭക്ഷണത്തളിക ഇറക്കിത്തരണമേ. അത് ഞങ്ങളിലെ ആദിമർക്കും അന്തിമർക്കുമുള്ള ഒരു പെരുന്നാളും നിന്റെ പക്കൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവുമായിരിക്കണം. ഞങ്ങൾക്ക് നീ അന്നം നൽകണമേ. അന്നദാതാക്കളിൽ ഏറ്റവും ഉത്തമനാണ് നീ. അല്ലാഹു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അതിറക്കിത്തരാം. പക്ഷേ അതിനുശേഷവും നിങ്ങളിൽ ആരെങ്കിലും അവിശ്വാസികളാവുകയാണെങ്കിൽ ലോകരിൽ ആർക്കും നൽകാത്ത ശിക്ഷ അവന് നൽകുന്നതായിരിക്കും. ജൂതന്മാരുടെ ശത്രുത. ഈസാ നബിയുടെ ഓരോ നേട്ടവും യഹൂദന്മാരുടെ സമാധാനം കെടുത്തിക്കൊണ്ടിരുന്നു. അവരുടെ സഹി കെട്ടു. അവരുടെ ക്രോധവും ശത്രുതയും അണപൊട്ടിയൊഴുകി. ഏത് വിധേനയെങ്കിലും ഈസാ നബിയിൽ നിന്ന് സുരക്ഷിതരാവാൻ അവർ ആഗ്രഹിച്ചു. പ്രശ്നം അവർ റോമാ ചക്രവർത്തിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അയാൾ അരാജകവാദിയും കലാപകാരിയുമാണ്. നമ്മുടെ മതത്തെ അയാൾ നിഷേധിച്ചു. നമ്മുടെ യുവാക്കളെ അയാൾ പ്രലോഭിപ്പിക്കുന്നു. അയാൾ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്നു. അയാൾ നമ്മുടെ പ്രതീക്ഷകളും കിനാവുകളും കുഴിച്ചുമൂടുകയാണ്. അയാൾ നമ്മുടെ രാഷ്ട്രത്തിന് അപകടമാണ്. ഈ വ്യവസ്ഥ അയാൾ അംഗീകരിക്കുന്നില്ല. നമ്മുടെ നിയമങ്ങൾക്ക് അയാൾ വഴങ്ങുന്നില്ല. മഹത്തരമെന്ന് നാം സങ്കല്പിക്കുന്നവയെ അയാൾ ആദരിക്കുന്നില്ല. നമ്മുടെ പാരമ്പര്യത്തെയോ പഴമയെയോ അയാൾ വിശുദ്ധിപ്പെടുത്തുന്നില്ല. കലാപകാരിയാണ് അയാൾ. അയാളുടെ ഉപദ്രവങ്ങൾ തടയുന്നില്ലെങ്കിൽ സ്ഥിതി അതീവ ഗുരുതരമാവും. ഈ അപകടം ചെറുതായി കാണരുത്. ഈസാ നബിക്കെതിരെ ഇങ്ങനെ അനവധി ആരോപണങ്ങൾ യഹൂദർ ഭരണകർത്താക്കളുടെ മുമ്പാകെ ബോധിപ്പിച്ചു. റോമൻ ഭരണകർത്താക്കൾ മതകാര്യങ്ങളിൽ ഇടപെടുകയില്ലെന്ന് യഹൂദർക്ക് അറിയാമായിരുന്നു. യഹൂദരുടെ മതകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നതായിരുന്നു അവരുടെ രാഷ്ട്രീയ നിലപാട്. രാഷ്ട്രീയ കാര്യങ്ങളിൽ മാത്രമേ അവർ ഇടപെടുകയുള്ളൂ. അതുകൊണ്ടുതന്നെ ഒരു രാഷ്ട്രീയ കുറ്റവാളി എന്ന നിലയ്ക്കാണ് ഭരണകർത്താവിന്റെ മുമ്പാകെ യഹൂദർ ഈസാ നബി അലൈഹിസ്സലാമിനെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയ നിറം പുരട്ടിയ ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചത്. എന്നാൽ പരദേശികളായ ഭരണകർത്താക്കൾക്ക് സംഗതികൾ എളുപ്പം മനസ്സിലാകുമായിരുന്നില്ല. യഹൂദരുടെ നിഗൂഢ ലക്ഷ്യങ്ങളെക്കുറിച്ചോ ഈസാ നബി അലൈഹിസ്സലാമിനോടുള്ള യഹൂദരുടെ ശത്രുതയുടെ കാരണത്തെക്കുറിച്ചോ ഭരണകർത്താക്കൾക്ക് ഒരു പിടിപാടും ഉണ്ടായിരുന്നില്ല. അവർക്ക് അവരുടെ കാര്യങ്ങളിൽ വ്യാപൃതരാവേണ്ടതുണ്ടായിരുന്നു. മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവർക്ക് സമയമുണ്ടായിരുന്നില്ല. യഹൂദർ തങ്ങളുടെ ആവശ്യം നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്നു. കോടതിയിൽ. പ്രശ്നം കോടതിയിൽ എത്തി. ഒരു വെള്ളിയാഴ്ച കോടതി സമ്മേളിച്ചു. സമയം സന്ധ്യയാകാറായി. ശനിയാഴ്ച ജൂതന്മാരുടെ ഒഴിവു ദിവസമാണ്. അന്നവർ ഒരു പണിയും ചെയ്യില്ല. അതിനാൽ കോടതി ഉത്തരവ് സൂര്യാസ്തമനത്തിനു മുമ്പ് തന്നെ ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിച്ചു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കഥ കഴിച്ച് സ്വസ്ഥതയോടെ ഒഴിവു ദിവസത്തിലേക്ക് പ്രവേശിക്കാനായിരുന്നു അവർക്ക് മോഹം. സമാധാനചിത്തരായി ഉറങ്ങാം. ശാന്തതയോടെ പ്രഭാതത്തെ വരവേൽക്കാം. അല്ലലോ അലട്ടോ ഏതുമുണ്ടാവില്ല. കോടതി വിധി ശ്രവിക്കാനായി യഹൂദർ തിങ്ങിക്കൂടി. അവർ ആർപ്പു വിളിച്ചും അലമുറയിട്ടും ബഹളം വച്ചു. ന്യായാധിപൻ വളരെ നിസ്സഹായനും നിർവികാരനുമായി കാണപ്പെട്ടു. അയാൾ വല്ലാത്ത പരിഭ്രാന്തിയിലായിരുന്നു. ഈ പ്രശ്നത്തിൽ വിധി പ്രസ്താവിക്കാൻ അയാൾ അശക്തനായിരുന്നു. ഒരു താൽപ്പര്യവും ഈ വിഷയത്തിൽ അദ്ദേഹത്തിനില്ലായിരുന്നു. തന്റെ സമൂഹത്തിനാകട്ടെ അതുകൊണ്ടെന്തെങ്കിലും പ്രയോജനവുമില്ല. സമയം ഏറെയായിരിക്കുന്നു. സൂര്യൻ പശ്ചിമ ചക്രവാളത്തിൽ മറഞ്ഞു കഴിഞ്ഞു. ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിൽ തറച്ചു കൊല്ലാനുള്ള കോടതി വിധി ശ്രവിച്ചുകൊണ്ടാണ് യഹൂദർ പിരിഞ്ഞുപോയത്. പ്രാകൃത വിധി. വിധി നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. കഴുമരം ഒരുങ്ങി. അക്കാലത്തെ ശിക്ഷാ നിയമപ്രകാരം കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടവർ കൊലമരം വരെയും ശരീരത്തിൽ തറയ്ക്കാനുള്ള കുരിശ് ചുമക്കണമായിരുന്നു. നാഗരിക രാജ്യങ്ങളിലെന്ന പോലെ അവിടെയും തൂക്കുമരം പട്ടണത്തിൽ നിന്ന് വളരെ അകലെയായിരുന്നു. ജനങ്ങൾ തടിച്ചുകൂടി. പോലീസുകാർ അന്യദേശക്കാരായിരുന്നു.
അവർക്ക് ഈ കാര്യങ്ങളിലൊന്നും ഒരു താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല. അവർ അനുസരണശീലരായ ഉദ്യോഗസ്ഥന്മാർ മാത്രം. ഇസ്രായേല്യർ പരസ്പരം വളരെ സദൃശമുള്ളവരായിരുന്നു. പരദേശികളായ നിയമപാലകന്മാർക്ക് അവരെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. ഇരുട്ട് വ്യാപിക്കുകയായി. യഹൂദ യുവാക്കൾ ആടിപ്പാടി തിമിർക്കുന്നുണ്ടായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാമിനെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. വഴിയിലുടനീളം അവർ ഈസാ നബിയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. കുരിശ് ചുമന്ന് നീങ്ങുന്ന ഈസാ നബിയെ ഇകഴ്ത്തിയും നിന്ദിച്ചും ശകാരിച്ചും അദ്ദേഹത്തിന്റെ പിന്നാലെ ഒരു പ്രകടനമായി അവർ നീങ്ങി. ഈസാ നബി അലൈഹിസ്സലാം വളരെ ക്ഷീണിതനായിരുന്നു. കോടതിയിലെ നീണ്ട നേരത്തെ നൃത്തവും കുരിശ് ചുമന്നുകൊണ്ടുള്ള നടത്തവും അദ്ദേഹത്തെ ആകെ തളർത്തി. പിന്നീട് വേഗത്തിൽ നടക്കാൻ കഴിയാതായി. അള്ളാഹുവിന്റെ യുക്തി. ഈസാ നബി അവശനിലയിലായി. പോലീസ് ഉദ്യോഗസ്ഥൻ ഈസാ നബി ചുമന്നിരുന്ന കുരിശ് ഒരു ഇസ്രായേൽ യുവാവിനെ ഏൽപ്പിച്ചു. അയാൾ കുരിശും ചുമന്ന് നടന്നു നീങ്ങി. ഈസാ നബിക്കെതിരെ സംഘടിച്ചവരിൽ ഏറ്റവും ആവേശം പ്രകടിപ്പിച്ചവരായിരുന്നു അയാൾ. അവരിൽ ഏറ്റവും എളുപ്പം ഈസാ നബിയുടെ കഥ കഴിക്കണം എന്നാഗ്രഹിച്ചതും അയാൾ തന്നെ. നടന്നു നടന്ന് ആ സംഘം കൊലമരത്തിനു സമീപമെത്തി. ശിക്ഷാവിധി നടപ്പാക്കാൻ ചുമതലപ്പെട്ട പോലീസുകാർ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തു. പിന്നീട് കാര്യങ്ങളൊക്കെയും നിർവഹിച്ചത് അവർ തന്നെയായിരുന്നു. സംഭവങ്ങളെക്കുറിച്ചൊന്നും വലിയ നിശ്ചയം അവർക്കുണ്ടായിരുന്നില്ല. അന്തരീക്ഷം ശബ്ദമുഖരിതമാണ്. കുരിശിൽ തറക്കേണ്ടതാരെയെന്നുപോലും കൃത്യമായി അവർക്കറിയില്ലായിരുന്നു. അവരുടെ മുന്നിലതാ കുരിശുമരവും ചുമന്നുകൊണ്ട് ഒരു ഇസ്രായേൽ യുവാവ്. അയാളെയാണ് കുരിശിലേറ്റേണ്ടത് എന്നായിരുന്നു അവരുടെ ധാരണ. അവർക്കതിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. സംഗതികൾ ആകെ കുഴഞ്ഞുമറിഞ്ഞു. വിധി നടപ്പാക്കാനുള്ള സമയമായി. പോലീസുകാർ ആ ഇസ്രായേൽ യുവാവിനെ ബലാത്കാരമായി പിടിച്ചു. അയാൾ ആർത്ത് കരയാൻ തുടങ്ങി. അവരിൽ നിന്ന് തെന്നിമാറാൻ അയാൾ ശ്രമിച്ചു. താൻ നിരപരാധിയാണെന്ന് അയാൾ അവരെ ധരിപ്പിക്കുന്നുണ്ടായിരുന്നു. തൂക്കിലേറ്റേണ്ട ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ലെന്നയാൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ കുരിശ് ബലാത്കാരേണ തന്നെ ഏൽപ്പിച്ചതാണ് എന്നയാൾ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ പോലീസുകാർ അയാളെ ഒട്ടും ഗൗനിച്ചില്ല. മാത്രവുമല്ല, റോമിൽ നിന്നു വന്ന അവർക്ക് ഇസ്രായേല്യരുടെ ഭാഷ അറിയുമായിരുന്നില്ല. സമയം രാത്രിയായിരുന്നു. നല്ല ഇരുട്ടുണ്ട്. വിധി നടപ്പാക്കുകയായി. ഇസ്രായേൽ യുവാവ് കുരിശിലേറ്റപ്പെട്ടു. സംഭവം ദൂരെ മാറി നിന്ന് നിരീക്ഷിച്ചിരുന്ന യഹൂദർ മനസ്സിലാക്കിയത് ഈസാ നബി അലൈഹിസ്സലാം കുരിശിലേറ്റപ്പെട്ടു എന്നാണ്. ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ഈസാ നബിയെ അള്ളാഹു യഹൂദരുടെ കുതന്ത്രത്തിൽ നിന്ന് രക്ഷിച്ചു. അദ്ദേഹത്തെ അവൻ തന്നിലേക്ക് ഉയർത്തി. ഖുർആൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുന്നു: മറിയമിന്റെ പേരിൽ വമ്പിച്ച അപവാദം കെട്ടിച്ചമച്ചതിനാലും ഞങ്ങൾ മറിയമിന്റെ പുത്രൻ ഈസയെ വധിച്ചു കളഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞത് കാരണമായും യഹൂദരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. സത്യത്തിൽ അവർ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. അവർക്ക് യാഥാർത്ഥ്യം അവ്യക്തമാവുകയാണുണ്ടായത്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതേക്കുറിച്ച് സംശയമുള്ളവരാണ്. അതേക്കുറിച്ച് അവർക്ക് ഒരറിവുമില്ല. അവർ ഊഹത്തെ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. അവർ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല. പ്രത്യുത അള്ളാഹു അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അള്ളാഹു പ്രതാപശാലിയും യുക്തിജ്ഞനുമാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സർവ്വകാര്യങ്ങളും ആശ്ചര്യകരം തന്നെ. അദ്ദേഹത്തിന്റെ ജനനവും ജീവിതവും അത്ഭുതകരമാണ്. അദ്ദേഹത്തിന്റെ ആദ്യവും അന്ത്യവും ആശ്ചര്യകരം തന്നെ. എല്ലാം അനിതര സാധാരണങ്ങൾ. അള്ളാഹുവിന്റെ അപാരമായ കഴിവുകൾ വിളംബരം ചെയ്യുന്ന സംഭവങ്ങൾ. ഭൂമിയിലേക്കുള്ള മടക്കം. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങിവരും. ക്രൈസ്തവരും യഹൂദരും നിഷേധിക്കുകയും തിരസ്കരിക്കുകയും ചെയ്ത കാര്യങ്ങൾ അതോടെ സ്ഥിരീകരിക്കപ്പെടും. അദ്ദേഹം സത്യത്തെ പിന്തുണയ്ക്കും, അസത്യത്തെ പിഴുതെറിയുകയും ചെയ്യും. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. യഹൂദരുടെ കഠിനമായ എതിർപ്പ്, അവരുടെ കുതന്ത്രങ്ങൾ, അനുയായികളുടെ അംഗസംഖ്യയിലുള്ള കുറവ്, അവരുടെ മറ്റു ദൗർബല്യങ്ങൾ എന്നീ കാരണങ്ങളാൽ ഈസാ നബിക്ക് തന്റെ പ്രവർത്തനം പൂർത്തീകരിക്കാനായില്ല. താൻ സമാരംഭിച്ചതൊക്കെയും സമ്പൂർണമാക്കാനായി തനിക്കു ശേഷം ഒരു പ്രവാചകൻ നിയോഗിതനാവുമെന്ന് ജനങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് അദ്ദേഹം അവരോട് വിട ചോദിച്ചു. ഈസാ നബിയുടെ വാക്കുകൾ ഖുർആൻ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: ഇസ്രായേൽ സന്തതികളെ, എനിക്കു മുമ്പ് അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിനെ സത്യപ്പെടുത്തിയും
എനിക്കു ശേഷം ആഗതനാകുന്ന അഹ്മദ് എന്നു പേരുള്ള പ്രവാചകനെക്കുറിച്ച് സന്തോഷവാർത്തയറിയിച്ചും നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ. മതങ്ങളുടെ ചരിത്രത്തിൽ ഈസാ നബി പ്രബോധനം ചെയ്ത ആശയാദർശങ്ങൾക്കുണ്ടായ വ്യതിയാനത്തിനും അപജയത്തിനും താരതമ്യം കണ്ടെത്തുക പ്രയാസമാണ്. ഏവരെയും ദുഃഖിപ്പിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്യും വിധം ആ സത്യമതം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി. ഈസാ നബി അലൈഹിസലാം പരിചയപ്പെടുത്തിയ മതം സരളവും ലളിതസുന്ദരവുമായിരുന്നു. ഏകനായ അള്ളാഹുവിനുള്ള കീഴ്വണക്കം, അവനോടുള്ള ആശ്രിതത്വം, നിഷ്കളങ്കമായ ദൈവസ്നേഹം എന്നിവയായിരുന്നു ഈസാ നബി അലൈഹിസലാം പഠിപ്പിച്ച കാതലായ തത്വങ്ങൾ. ഈ തത്വങ്ങൾ വിസ്മരിക്കപ്പെടുകയും നിഗൂഢവും ദുർഗ്രാഹ്യവുമായ ആശയങ്ങൾ സ്ഥാനം കൈയടക്കുകയും ചെയ്തു. ഈസാ നബിയുടെ അനുയായികളിൽ ചിലർ അദ്ദേഹത്തെ ദൈവത്തോളം ഉയർത്തി. അദ്ദേഹത്തിന് അവർ അള്ളാഹുവിൻ്റെ പരിവേഷം നൽകി. ഈസ ദൈവപുത്രനാണ്, ദൈവം സന്താനത്തെ ജനിപ്പിച്ചു, ഈസയാണ് ദൈവം തുടങ്ങി അടിസ്ഥാനരഹിതമായ ഒട്ടേറെ വാദങ്ങൾ അവർ ഉന്നയിച്ചു. ഏകനും പരാശ്രയരഹിതനും ജനിക്കാത്തവനും ജനിപ്പിക്കാത്തവനുമായ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് ദൈവം, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ ത്രിശക്തികൾ ഉൾപ്പെട്ട ഒരു ദൈവപരിവാരത്തെ അവർ പ്രതിഷ്ഠിച്ചു. മറിയം ഈസാ നബിയുടെ മാതാവാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ അവർ മറിയമിനെ ആരാധിക്കുക പോലുമുണ്ടായി. ആ ജനത മറിയമിനെ ദൈവമാതാവ് എന്ന് വിളിച്ചു. അവരുടെ പ്രതിമകളും ചിത്രങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളിൽ വ്യാപകമായി. മറിയമിനെ കീഴ്വണങ്ങുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവർക്കായി നേർച്ച നേരുകയും ചെയ്തു. അവരുടെ ഈ പ്രവർത്തനങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നിരവധി പ്രവാചകന്മാർ മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. മറിയമിൻ്റെ പുത്രൻ ഈസ അവരെപ്പോലെ ഒരു പ്രവാചകൻ തന്നെ. അദ്ദേഹത്തിൻ്റെ മാതാവ് സത്യസന്ധയായിരുന്നു. അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിരുന്നു. നാം അവർക്ക് എങ്ങനെയെല്ലാം ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നുവെന്ന് നോക്കുക. എന്നിട്ടും അവർ എങ്ങനെയാണ് വ്യതിചലിക്കപ്പെടുന്നത് എന്നും നോക്കുക. പ്രവാചകരെ പറയുക, അള്ളാഹുവെ കൂടാതെ നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവയെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അള്ളാഹു സർവവും കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. പ്രബോധനം. ഈസാ നബി മറ്റു പ്രവാചകന്മാരെ പോലെ ജനങ്ങളെ ഏകദൈവത്തിലേക്ക് ക്ഷണിച്ച ദൈവദൂതനാണ്. ഇഞ്ചീലിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങളുടെ നാഥന് സാഷ്ടാംഗം ചെയ്യുക, അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക. പ്രവാചകന്മാരുടെ പ്രബോധനത്തെക്കുറിച്ച് സാമാന്യമായി ഖുർആൻ പറയുന്നത് കാണുക. അള്ളാഹു വേദവും തത്വജ്ഞാനവും പ്രവാചകത്വവും നൽകിയ ഒരാൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാകുന്നതിനു പകരം എൻ്റെ അടിമകളായിരിക്കുവിൻ എന്ന് പറയുക അസംഭവ്യമാണ്. നിങ്ങൾ പഠിക്കുകയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വേദഗ്രന്ഥം അനുശാസിക്കും വിധം നിഷ്കളങ്കരായ ദൈവഭക്തരാകുവിൻ എന്നാണ് അത്തരമൊരു വ്യക്തി പറയുക. മലക്കുകളെയും ദൈവദൂതന്മാരെയും ആരാധ്യരാക്കാൻ അയാൾ നിങ്ങളോട് ആജ്ഞാപിക്കുകയില്ല. നിങ്ങൾ മുസ്ലിങ്ങളായിരിക്കെ ഒരു പ്രവാചകൻ സത്യനിഷേധത്തിന് എങ്ങനെയാണ് നിങ്ങളോട് കൽപ്പിക്കുക? ഏകദൈവത്വം പ്രഖ്യാപിച്ചുകൊണ്ടും ഏകദൈവ സിദ്ധാന്തത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുമുള്ള ഈസാ നബിയുടെ വാക്കുകൾ ഖുർആൻ ഇങ്ങനെ ഉദ്ധരിക്കുന്നു: ഇസ്രായേൽ സന്തതികളെ, എൻ്റെയും നിങ്ങളുടെയും നാഥനായ അള്ളാഹുവിനെ ആരാധിക്കുവിൻ. അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവർക്ക് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അവരുടെ സങ്കേതം നരകമാണ്. അക്രമകാരികൾക്ക് സഹായിയായി ആരുമുണ്ടാവുകയില്ല. ഈസാ നബി അലൈഹിസലാം ഏകദൈവ സിദ്ധാന്തത്തിനു നൽകിയ ഊന്നലും പ്രാധാന്യവും വെളിപ്പെടുത്തുന്ന ഖുർആന്റെ മറ്റൊരു പരാമർശം: അള്ളാഹുവിൻ്റെ അടിമയായിരിക്കുന്നതിൽ മസീഹിനും അള്ളാഹുവിൻ്റെ സമീപസ്ഥരായ മലക്കുകൾക്കും യാതൊരു അപമാനവും തോന്നിയിട്ടില്ല. അള്ളാഹുവിൻ്റെ അടിമത്തം അംഗീകരിക്കുന്നത് ആരെങ്കിലും അപമാനമായി കരുതുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവരെയെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ഒരവസരം വരാനിരിക്കുന്നുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് ആ അവസരത്തിൽ അവരുടെ പ്രതിഫലം പൂർണ്ണമായി നൽകും. അള്ളാഹുവിൻ്റെ ഔദാര്യത്താൽ അവർക്ക് പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നാൽ അള്ളാഹുവിൻ്റെ അടിമയാവാൻ അപമാനം തോന്നുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നവർക്ക് വേദനയേറിയ ശിക്ഷ നൽകുന്നതാണ്. അള്ളാഹുവിനെ കൂടാതെ ഒരു രക്ഷകനെയും സഹായിയെയും അവർ കണ്ടെത്തുകയുമില്ല. അന്ത്യനാളിലെ സാക്ഷ്യം. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ അനുയായികളിൽ ചിലർ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മാതാവിനെക്കുറിച്ചും അടിസ്ഥാനരഹിതമായ ഒട്ടേറെ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. പൊള്ളയായ ഈ വാദങ്ങൾ തിരസ്കരിച്ചുകൊണ്ടും ഇത്തരം പ്രചാരവേലകളിലുള്ള ഈസാ നബിയുടെ നിരപരാധിത്വം സ്ഥാപിച്ചുകൊണ്ടും അന്ത്യനാളിൽ നടക്കാനിരിക്കുന്ന ഒരു സംഭവം വിശുദ്ധ ഖുർആൻ ഹൃദയസ്പൃക്കായി ആകർഷകമായ ശൈലിയിൽ ചിത്രീകരിക്കുന്നുണ്ട്.
ജനങ്ങളോടുള്ള ഈസാ നബിയുടെ സമീപനവും ആർജവത്തോടും സത്യസന്ധമായുമുള്ള അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണവും ആ ചിത്രീകരണത്തിലൂടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിലെ അഹങ്കാരികളും ധിക്കാരികളുമായ ചില വ്യക്തികൾ നിന്ദ്യരാക്കപ്പെടുന്ന രംഗങ്ങൾ ആ ചിത്രീകരണത്തിൽ ഉണ്ട്. അവർ ചെയ്ത തെറ്റിന് അവർ തന്നെയാണ് ഉത്തരവാദികൾ എന്ന് ഖുർആന്റെ ഈ ചിത്രീകരണം വ്യക്തമാക്കുന്നു. അല്ലാഹു ഇങ്ങനെ ചോദിക്കുന്നു: മറിയമിന്റെ പുത്രൻ ഈസാ, അല്ലാഹുവിനെ കൂടാതെ തന്നെയും തന്റെ മാതാവിനെയും ആരാധിക്കണമെന്ന് ജനങ്ങളോട് നീ പറഞ്ഞിരുന്നോ? അല്ലാഹുവിന്റെ ഈ ചോദ്യത്തിന് ഈസാ നബിയുടെ മറുപടി ഇങ്ങനെയാണ്: അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധൻ! എനിക്കധികാരമില്ലാത്തതു പറയുക എൻ്റെ ജോലിയല്ല. നീ അത് അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. എൻ്റെ മനസ്സിലുള്ളതൊക്കെയും നീ അറിയുന്നു. നിന്റെ മനസ്സിലുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. നീ അദൃശ്യങ്ങൾ അറിയുന്നവനാണ്. എൻ്റെയും നിങ്ങളുടെയും നാഥനായ അല്ലാഹുവിനെ ആരാധിക്കുക എന്നു കൽപ്പിക്കുകയല്ലാതെ നീ ആജ്ഞാപിക്കാത്തതൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്ന കാലത്തോളം ഞാൻ അവരുടെ നിരീക്ഷകനായിരുന്നു. നീ എന്നെ തിരിച്ചു വിളിച്ചപ്പോൾ അവരുടെ നിരീക്ഷകൻ നീ തന്നെയായിരുന്നു. നീ സർവ്വകാര്യങ്ങൾക്കും സാക്ഷിയായിരുന്നു. നീ അവരെ ശിക്ഷിക്കുന്നുവെങ്കിൽ അവർ നിന്റെ ദാസന്മാരാണല്ലോ. നീ അവർക്ക് മാപ്പരുളുന്നുവെങ്കിലോ നീ അജയ്യനും അഭിജ്ഞനും തന്നെ. അപ്പോൾ അല്ലാഹു അരുളുന്നത് ഇപ്രകാരമായിരിക്കും: സത്യവാന്മാർക്ക് അവരുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന ദിവസമാണ് ഇത്. താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന ഉദ്യാനങ്ങൾ അവർക്കുള്ളതാകുന്നു. അതിൽ അവർ എന്നുമെന്നും നിവസിക്കും. അല്ലാഹു അവരിൽ സംപ്രീതനായിരിക്കും. അവർ അല്ലാഹുവിലും മഹത്തായ വിജയം അതത്രേ. വാനഭുവനങ്ങളുടെയും അവയിലുള്ള സർവ്വവസ്തുക്കളുടെയും ആധിപത്യം അല്ലാഹുവിനു മാത്രമുള്ളതാണ്. അവൻ സർവത്തിനും കഴിവുള്ളവനാകുന്നു. അനുയായികളുടെ ഇന്നത്തെ അവസ്ഥ: ഈസാ നബി പ്രബോധനം ചെയ്ത മതം ഇന്ന് അതിൻ്റെ തനിമയിൽ ഇല്ല. വിശ്വാസപരവും ആചാരപരവുമായ ഏറെ വ്യതിചലനങ്ങൾക്ക് അത് വിധേയമായി. ക്രൈസ്തവ മിഷണറിമാർ യൂറോപ്പിലേക്ക് സഞ്ചാരം നടത്തിയ കാലത്ത് അവിടെ വിഗ്രഹാരാധന വ്യാപകമായി കഴിഞ്ഞിരുന്നു. ബിംബാരാധകരായ ഗ്രീക്കുകാർ ദൈവത്തിൻ്റെ ഗുണങ്ങൾ വിവിധ ദൈവരൂപങ്ങളിലായാണ് സങ്കല്പിച്ചിരുന്നത്. ആ രൂപങ്ങളിൽ അവർ പ്രതിമകൾ നിർമ്മിച്ചു. അവർക്കായി അമ്പലങ്ങളും ക്ഷേത്രങ്ങളും പണിതു. അന്നദാതാവായ ഒരു ദൈവം, കരുണാമയനായ മറ്റൊരു ദൈവം, ശിക്ഷിക്കുന്ന മൂന്നാമതൊരു ദൈവം, ഇങ്ങനെയെല്ലാമായിരുന്നു അവരുടെ ദൈവസങ്കല്പം. റോമക്കാർ വിഗ്രഹാരാധനയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരുന്നു. ആ വിശ്വാസം അവരുടെ മാംസത്തിലും രക്തത്തിലും അലിഞ്ഞു ചേർന്നിരുന്നു. നിരവധി ദൈവങ്ങളെ അവർ ആരാധിച്ചു പോന്നു. ക്രൈസ്തവ യൂറോപ്പിൽ പ്രവേശിച്ചപ്പോൾ അവരിലെ പ്രമുഖരായ പുരോഹിതന്മാർ തദ്ദേശീയരുടെ ആദർശങ്ങളും തത്വങ്ങളും ആശ്ലേഷിച്ചു. ക്രൈസ്തവത വിവിധ മതങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും ആശയങ്ങളും ആചാരങ്ങളും കടം കൊണ്ടു. വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റോമക്കാരുടെ അനേകം വിശ്വാസങ്ങളും ഗ്രീക്ക് തത്വശാസ്ത്ര സിദ്ധാന്തങ്ങളും ക്രൈസ്തവത സ്വാംശീകരിച്ചു. പതുക്കെ പതുക്കെ ഗ്രീക്ക് റോമൻ വിശ്വാസങ്ങൾക്ക് ക്രൈസ്തവത കീഴൊതുങ്ങി. അതോടെ ആ മതത്തിൻ്റെ അന്തസ്സത്തയും മൗലികതയും നഷ്ടപ്പെട്ടു. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ അധ്യാപനങ്ങളുമായി അത് ബഹുദൂരം അകന്നു. പൗരസ്ത്യ സ്വാധീനം അതിനു വിശിഷ്ടമായി. ക്രൈസ്തവതയും വിഗ്രഹാരാധനയും കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ മതം ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മേൽവിലാസത്തിൽ സ്ഥാപിതമായി. ഈസാ നബിയുടെ സങ്കല്പത്തിനപ്പുറമുള്ള ഒന്നായി തീർന്നു ക്രൈസ്തവത. ഈസാ നബി പ്രചരിപ്പിച്ച തത്വങ്ങൾക്ക് ഘടകവിരുദ്ധമായി മാറി ആധുനിക ക്രൈസ്തവത. ഈ വസ്തുത, ഈ മതത്തിന്റെ യാഥാർത്ഥ്യം ഗഹനമായി പഠിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ആ മതത്തിന്റെ പരിശുദ്ധിയെ ഭഞ്ജിച്ചവരെ അല്ലാഹു വഴിപിഴച്ചവർ എന്ന് വിശേഷിപ്പിക്കുന്നു. യഹൂദരെ കോപത്തിനു പാത്രീഭൂതരായവർ എന്നും അവൻ വിശേഷിപ്പിക്കുന്നു. മനുഷ്യരുടെ നാവുകളിൽ ഇങ്ങനെ പറയപ്പെട്ടുകൊണ്ടിരിക്കുന്നു: നാഥാ, ഞങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, നിന്റെ കോപത്തിന് പാത്രീഭൂതരായവരുടെ മാർഗമല്ല, വഴിപിഴച്ചവരുടെ മാർഗവുമല്ല. വിശ്വാസവ്യതിയാനം യൂറോപ്പിന് വിനാശകരമായി തീർന്നു. ഈ മതപരിത്യാഗം വളരെ കാലത്തോളം യൂറോപ്പിനെ നയിച്ചവർക്കും വിനാശകരമായി. അവർ ഇനിയും മഹാദുരന്തങ്ങൾ പേറേണ്ടി വരികയും ചെയ്യും. സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിൻ്റെ അധീനത്തിലത്രേ.